കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഹസൻ അനന്യ മധു എന്നാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി വടക്കേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലായിട്ടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഈ കഴിഞ്ഞ ഈ 30 വർഷക്കാലം ഏലിയാവിൻ്റെ കാക്ക വന്ന് സഹായിച്ച ഏലിയാവിനെ കരുതിയ ദൈവം ഈ കഴിഞ്ഞ 30 വർഷങ്ങളായി എന്നെയും കരുതുന്ന കാര്യങ്ങൾ, വിവരങ്ങൾ നിങ്ങളോട് പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രകാരം ഒരു പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കാനും എന്നെ സഹായിച്ച ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ എല്ലാ ഭാരവാഹികളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ ചെറിയ സാക്ഷി, ഈ കാക്ക വന്നു എന്ന പ്രോഗ്രാമിൽ കൂടി എനിക്ക് കർത്താവ് ഏലിയാവിനെ അയച്ച പോലെ എന്നെ സഹായിക്കാൻ അയച്ച യഹോവയായ ദൈവത്തെ ഞാൻ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ആദ്യമായി ദൈവത്തെ അറിയുകയും അതിനുശേഷം ബൈബിൾ കോളേജിൽ പോവുകയും ഞാനൊരു ആർമിയിൽ ഒരു ജോലി വിട്ടിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചതിന് ശേഷം ഞാൻ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ ബൈബിൾ കോളേജിൽ പോകുമ്പം 2 ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ടാണ് പോകുന്നത്. എല്ലാം വിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്നുള്ളൊരു പ്ലാനിലൂടെ, ഒരു തയ്യാറെടുപ്പോടെയാണ് ബൈബിൾ കോളേജിൽ പോയത്. ഒരു വർഷം 2 ജോഡി ഡ്രസ്സാണ് ഇട്ടുന്നത്. 2 പാൻറ്റും 2 ഷർട്ടും. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പാൻറ്റും ഷർട്ടും ഒക്കെ ഒത്തിരി പഴക്കമായി. അതൊക്കെ ഇടാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അതാണ് ഇന്നും ഒരെണ്ണം ഇടും, അത് കഴിഞ്ഞ് അടുത്തത് കഴുകിയിടും. അങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ബൈബിൾ കോളേജിൽ വെച്ചാണ് ഏലിയാവിൻ്റെ കാക്ക എൻ്റെ സഹായത്തിനായി എന്നെ തേടിയെത്തുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ബൈബിൾ കോളേജിൽ ആനുവൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികളും പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി കാണും അന്ന് ആ പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ആ സമയത്ത് അങ്ങനെ ഒരു പുതിയ ഡ്രസ്സും ഒന്നുമില്ലായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഏലിയാവിൻ്റെ കാക്ക എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ അടുക്കലേക്ക് യഹോവയായ ദൈവം അയച്ചത്. ഒരു മലയാളി സഹോദരൻ അവിടെ വരികയും അലഹാബാദിൽ നിന്നും എനിക്ക് 4 ഉടുപ്പും 4 പാൻറ്റും പുറത്തു കൊണ്ടുപോയി തുണിയെടുത്തത് തയ്പ്പിച്ചു കൊണ്ട് തന്ന്, അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അന്ന് യഹോവയായ ദൈവമായ ഏലിയാവിനെ സഹായിക്കാനായി അയച്ച കാക്ക എന്നെ സഹായിക്കാനായിട്ട് വന്ന് ഞാൻ മനസ്സിലായി, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. കർത്താവ് യഹോവയായ ദൈവം എന്നെ തൻ്റെ വേലയ്ക്കായി വിളിച്ചു എന്ന്. അങ്ങനെ വർഷങ്ങള് കർത്താവ് വളരെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം ബൈബിൾ കോളേജിൽ നിന്നും ഫീൽഡിൽ വന്നു. 1998 എൻ്റെ കല്യാണം ദില്ലി വെച്ച് ഒരു സമ്പന്ന കുടുംബത്തിൽ, ഒരു CSI കുടുംബത്തിൽ ഒരു പെണ്ണുമായിട്ട് എൻ്റെ കല്യാണം നടന്നു. കല്യാണത്തിന് എൻ്റെ വീട്ടുകാരും സംബന്ധിച്ചില്ല, അവരെല്ലാം അതിന് എതിർപ്പായിരുന്നു. അങ്ങനെ ഞാൻ തനിച്ചാണ് കല്യാണത്തിന്. എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു, ദൈവമല്ലാതെ ആരുമില്ലായിരുന്നു, കർത്താവല്ലാതെ ആരുമില്ലായിരുന്നു. ആ സമയത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി സാധനങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ആ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അത്ഭുതകരമായാണ് ഏലിയാവിൻ്റെ കാക്ക, യഹോവയായ ദൈവം ഏലിയാവിനെ സഹായിച്ച ആ കാക്ക, ഏലിയാവിനെ പൂർത്തിയ കാക്കയെ എൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. അത്ഭുതകരമായാണ് യഹോവയായ ദൈവം എന്നെ സഹായിച്ചത്. കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കായൊക്കെ ഉപരിയായിട്ട് യഹോവയായ ദൈവം എന്നെ സഹായിച്ച്, എന്നെ അനുഗ്രഹിച്ച് അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കർത്താവായ ദൈവം 2 കുഞ്ഞുങ്ങളെ തന്ന് അവരുടെ ആവശ്യങ്ങൾക്കും പഠിത്തങ്ങൾക്കും ഈ കഴിഞ്ഞ 22 വർഷമായി യാതൊരു ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല. ഏലിയാവിൻ്റെ കാക്ക അത്ഭുതകരമായാണ് ഞങ്ങളെ നടത്തിക്കൊണ്ടുപോയത്. ഒരു സംഭവം കൂടി ഞാൻ പറയാം. 2019 ഈ കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾ ഹിമാചൽ പ്രദേശിലാണ് ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് പല പ്രാവശ്യവും ഞങ്ങൾ പ്രയാസത്തിലും വിഷമത്തിലുമായിരിക്കുന്ന തക്ക സമയത്ത് ഞങ്ങൾ വിഷമിക്കുന്നതിന് മുമ്പായി തന്നെ യഹോവയായ ദൈവം
ഏലിയാവിൻ്റെ കാക്കയെ ഞങ്ങൾക്കായി അയച്ചു തന്നു. പല പ്രാവശ്യവും ആയിരക്കണക്കിന് പ്രാവശ്യം യഹോവയായ ദൈവം ഏലിയാവിൻ്റെ കാക്കയെ അയച്ച് ഞങ്ങളെ സഹായിച്ചു. ഇത് കൊറോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഏരിയയിലൊന്നും സാധനങ്ങൾ വരുമോ, അതോടൊപ്പം തന്നെ അവിടെ പച്ചക്കറികളോ പാലോ ആഹാര സാധനങ്ങളോ ഒന്നും എത്താതെ വന്ന് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചെങ്കിലും അത്ഭുതകരമായിട്ടാണ് യഹോവ ഞങ്ങളെ സഹായിച്ചത്. ഒരു സമയം അങ്ങനെ വന്നൊരു 3 വർഷം ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങൾ ഞങ്ങൾ 100 കണക്കിന് ആൾക്കാർക്ക് അത് വിതരണം ചെയ്ത് വിളിച്ചു കൊണ്ട് കൊടുത്തെന്നുള്ളതാണ്. അതേപോലെ ഏലിയാവിൻ്റെ കാക്ക ഞങ്ങളെ സഹായിച്ചു. യഹോവയായ ദൈവം ആ കാക്കയെ അയച്ച് ഞങ്ങളെ സഹായിച്ചു. ഈ കഴിഞ്ഞ 2022 എൻ്റെ മോൾക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ച ഇളയ മോള് അവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സ്കൂളിൽ, സെൻറ് മേരീസ് സ്കൂളിൽ കസോളിയിൽ പഠിച്ചു. അതിനുശേഷം അവിടുന്ന് അവിടെ മെഡിക്കൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നഴ്സിങ്ങിന് പോകണമെന്ന്, BSc നഴ്സിങ്ങിന് പഠിക്കണമെന്ന്. അവിടെ മെഡിക്കൽ ഇല്ലാത്ത കാരണം അവിടുന്ന് സോലൽ ഒരു സെൻറ് ലൂക്ക് സ്കൂളുണ്ട്, കത്തോലിക്ക സ്കൂളുണ്ട്, അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് അഡ്മിഷൻ ചോദിച്ചെന്നെ 60,000 രൂപയായിരുന്നു അഡ്മിഷൻ ഫീസ് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാനിതുപോലെ ഒരു ദൈവദാസനാണ്, ഞാൻ പാസ്റ്ററാണ്. അങ്ങനെ അവരെന്നോട് പറഞ്ഞ് ഞങ്ങൾ 35,000 രൂപ തന്നാൽ മതി പാസ്, 25,000 ഞങ്ങൾ ഇത് കൺസെഷനാക്കി, പാസ്സാണല്ലോ, അതുകൊണ്ട് ആ 35,000 രൂപ കൊടുക്കാനും എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. ആ സമയം ഞാനും എൻ്റെ വൈഫും ഇളയ മോളും ഞങ്ങൾ ഒട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു സഹോദരൻ, പുള്ളി വിശ്വാസത്തിലൊന്നും അല്ലെങ്കിലും കേരളത്തിലെ ഒരു നായർ കുടുംബത്തിൽ പഠിച്ച് ബാംഗ്ലൂരിൽ ഇതുപോലെ എഞ്ചിനീയറായി ജോലി ചെയ്യുമായിരുന്നു. ആ സമയങ്ങളിലാണ് അദ്ദേഹം കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി സഹായിച്ചത്. അതിനുശേഷം ഒരു 2 വർഷം പുള്ളിയുടെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ അഡ്മിഷൻ വേണം, അതോടൊപ്പം 8,000 രൂപ ഓരോ മാസം ഫീസും. ഈ കാര്യങ്ങൾക്കും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോൾ വന്നിട്ട് ചോദിച്ചത് മധുവാണ്, പാസ്റ്റർ മധുവാണോ? ഞാൻ പറഞ്ഞാണ്, ഞാൻ ഇതുപോലെ മധുവിൻ്റെ കൂട്ടുകാരനാണ്, എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. എവിടെയാണ്? ഞാൻ പറഞ്ഞു ഇപ്പോഴും ഹിമാചലിൽ തന്നെയാണ്. അങ്ങനെ ഫോൺ വെച്ച് എന്നാൽ ഒരു കാര്യം, ഞാൻ അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളിക്കാം, ഒരു അല്പം തിരക്കിലാണെന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലിരുന്നു. രാവിലെ ആയപ്പോൾ ഒരു 9:30 ആയപ്പോൾ ഞങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു ബാങ്കിൽ നിന്നുള്ള. അത് നോക്കുമ്പോൾ ഒരു 30,000 രൂപ ആരോ ഡിപ്പോസിറ്റ് ഇട്ടതായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് ഞാൻ കാണാൻ കഴിയും. ഞാൻ പെട്ടെന്ന് തന്നെ മൊബൈൽ തുറന്ന് അത് കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഫോൺ നമ്പറും ഉണ്ട്. എൻ്റെ കൂട്ടുകാരൻ ആ സമയത്ത് എനിക്കൊരു 30,000 രൂപ അയച്ചു വന്ന്. തക്ക സമയത്താണ് യഹോവയായ ദൈവം ഏലിയാവിൻ്റെ കാക്കയെ അയച്ച് എന്നെ സഹായിച്ചത്. ഇപ്രകാരം അനേക സമയങ്ങൾ, ആയിരക്കണക്കിന് സമയങ്ങളിൽ കർത്താവ് പറയാൻ തീരാത്ത വണ്ണം കർത്താവ് ഏലിയാവിൻ്റെ കാക്കയെ അയച്ച് ഞങ്ങളെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നാം വിശ്വസ്തയോട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം ഏലിയാവിനെ കാത്തു പരിപാലിച്ച പോലെ നമ്മളായിരിക്കുന്ന പ്രയാസങ്ങളിൽ, നമ്മളായിരിക്കുന്ന വിഷമ സമയങ്ങളിൽ നമ്മളെ അയച്ച് നമ്മൾ ചോദിക്കുന്നതിനുപരിയായി നമ്മൾ ആഗ്രഹിക്കുന്നതിന്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അതിന് ഇരട്ടിയായി യഹോവയായ ദൈവം ഏലിയാവിൻ്റെ കാക്കയെ അയച്ച് നമ്മളെ സഹായിക്കാൻ വിശ്വസ്തനാണ്. നമുക്ക് വിശ്വസ്തരായിരിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. യഹോവയാണ് നമ്മുടെ ദൈവം. യഹോവ തൻ്റെ കാക്കയെ അയച്ച് നമ്മളെ സഹായിക്കാൻ ഇപ്പോഴും പ്രാപ്തരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഇത് കർത്താവായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.